ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം മെയ് മാസം ഞാൻ മാവുകൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ലോങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട് അതിലൊരു സുഹൃത്ത് കമൻറ്റിലൂടെ ചോദിച്ചാണ്, ഇത് നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, അയച്ചാൽ എല്ലാ പ്ലാന്റും ഇങ്ങനെ വർഷം തോറും നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മാവുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. മാവുകൾ നല്ല പല ചെടികളും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് മാവുകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അയച്ചാൽ ചെടി നട്ട ആ ഒരു സ്റ്റേജിൽ നമ്മൾ ട്രെയിനിങ് ആണ് ചെയ്ത് കൊടുക്കുക. അയച്ചാൽ ചെടി ചിലപ്പോൾ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊരു തൈ വാങ്ങുന്ന ടൈമിൽ ഒറ്റ സ്റ്റിക്കായിട്ടിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു ബുഷാക്കി എടുക്കാൻ വേണ്ടി അതൊരു 2 അടി എത്തുന്ന ടൈമിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അതിന് ട്രെയിനിങ് എന്നാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് 4-5 ശിഖരങ്ങൾ വന്നിട്ട് ഒന്ന് ബുഷായിട്ട് വരും. അപ്പോൾ അത് വീണ്ടും ഒരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ട്രെയിനിങ് എന്ന് പറയാം. ഒരു ചെടീനെ ഒരു രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം ഓരോരുത്തർക്ക് ഇപ്പോൾ നമ്മളെ മാംഗോ മാൻ എന്ന് പറയുന്ന MS കോട്ടയിലുണ്ടല്ലോ, മൂപ്പരെ വീട്ടിലൊരു മാവുണ്ട്. ആ മാവ് മൂപ്പര് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ശിഖരം ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പറഞ്ഞ് ചെറുപ്പത്തിൽ മൂപ്പര് മാവുമ്മേൽ കുറേ ഇരുന്നതാണ്. അപ്പോൾ ആ ഒരു പൂതിക്ക് ഇനിയും മാവിൻ്റെ മേലെ ഇരിക്കാൻ വേണ്ടി ആ ഒരു ഷേപ്പിലാക്കിയാന്നുള്ളത്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാവിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഓരോരോ രീതിയിലായിട്ട്, ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒന്ന് ട്രെയിൻ ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മളെ ശ്രീലങ്കൻ്റെ കുളമ്പ് മാവാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 9 മാസത്തെ പ്രായം ഉണ്ടാവും ഇതിന്. 9 മാസത്തെ പ്രായം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ചെറിയ തയ്യായിരുന്നു, അത് ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കറക്റ്റ് ഷേപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലാണ് ഇത് ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. ഇത് ഇനി ഒന്നും കൂടി പ്രൂൺ ചെയ്യാണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുതിയ ശിഖരങ്ങളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ ഒരു മെയ് മാസത്തിലാണ് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ആദ്യ ഘട്ടങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം മാവുകൾ. അപ്പോൾ പ്രൂണിങ്ങിന് മുന്നേ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ തണ്ടിലേക്കും അതിൻ്റെ കമ്പിലേക്കും ഒക്കെ സൂര്യപ്രകാശം എത്തുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്ന ശിഖരങ്ങൾ നിലനിർത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ സ്റ്റിക്കിലുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് 4-5 ശിഖരങ്ങൾ വരും. അപ്പോൾ അതിലൊരു 3 2 നിലനിർത്താം. ഒരു ബാലൻസിങ് ആയിട്ട് 3 ഭാഗത്തേക്കായിട്ട് 3 നിലനിർത്താം. പിന്നെ അത് വീണ്ടും 2 എത്തുമ്പോൾ വീണ്ടും ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിന്നും അതേപോലെ 2 3 നിലനിർത്താം. ഒട്ടാകെ നിലനിർത്തി കഴിഞ്ഞാൽ അതിലേക്ക് സൂര്യപ്രകാശം എത്തൂല. അപ്പോൾ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് അതിന് കായ്ഫലം കിട്ടാനൊക്കെ ചാൻസ് കുറവാണ്. ഇനി പ്രൂണിങ്ങിൻ്റെ ഒരു ഗുണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ നടുന്നത് ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തിട്ടുള്ള മാവുകളൊക്കെയാണ്. അപ്പോൾ അധികം ആൾക്കാരും പറഞ്ഞാൽ നമ്മൾ കയ്യെത്തും ദൂരത്തും നമുക്ക് കായ്ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രെയിൻ ചെയ്ത് അതേപോലെ പ്രൂൺ ചെയ്ത് പോയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെടിക്ക് നല്ല രീതിയിൽ കരുത്ത് കിട്ടാൻ വേണ്ടി, നമ്മളെ തായി ഉണ്ടല്ലോ അടിഭാഗത്ത് നല്ല രീതിയിൽ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കായ്ക്കാനുള്ള ടെൻഡൻസിയിലേക്ക് ചെടി വരും ചെയ്യും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യപ്രകാശം കറക്റ്റായിട്ട് അതിൻ്റെ കമ്പുകളിലേക്കും എല്ലാ ഇലകളിലേക്കും ഒക്കെ സൂര്യപ്രകാശം എത്തിയാൽ മാത്രമേ ആ മാവ് പൂക്കുള്ളൂ. അപ്പോൾ ആ കായ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ആ സുഹൃത്ത് ചോദിച്ച ചോദ്യം, നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യണം, എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്നത് നല്ലതാണ്. അത് വെച്ചാൽ എല്ലാ വർഷവും ഇപ്പോൾ പ്രൂണിങ് നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മെയ് മാസം ഒരു പകുതിക്ക് ശേഷം, വെച്ചാൽ മഴ തുടങ്ങുന്നതിൻ്റെ 1-2 ആഴ്ച മുന്നായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കാഴ്ച മാവാന്നുണ്ടെങ്കിൽ കായ്ഫലൊക്കെ പറിച്ചെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതായാലും മെയ് ഫസ്റ്റൊക്കെ ആകുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് എല്ലാ മാവൊന്നും കായ്ഫലൊക്കെ നമ്മൾ പറിച്ചെടുക്കുക. അപ്പോൾ കായ്ഫലം പറിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു മെയ് പകുതിക്ക് ശേഷമായിട്ട് നമുക്ക് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ. ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മഴ തുടങ്ങുന്ന ടൈമിൽ തന്നെ നല്ല രീതിയിൽ ശിഖരങ്ങൾ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ അതിനുശേഷം മഴ ഒന്ന് മാറും, ഓഗസ്റ്റ് ലാസ്റ്റ് ആ ഒരു സമയത്തായിട്ട് നമുക്ക് എക്സ്ട്രാ വന്നിട്ട് ഒരുപാട് ശിഖരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വളപ്രയോഗം വെച്ചാൽ മെയ് മാസം ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അടിവളങ്ങൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റായിട്ട് എക്സ്ട്രാ വന്ന ശിഖരങ്ങളും കൂടി ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുത്താൽ പിറ്റത്തെ വർഷം ആ മാവ് കറക്റ്റായിട്ട് നമ്മൾ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുണ്ടല്ലോ, ആ കമ്പിന് ഒരു 3 മാസമെങ്കിലും പ്രായമായാലും, കാരണം അതിലെ ഇലകൾക്കൊക്കെ ഒരു 3 മാസമെങ്കിലും പ്രായമായാലും മാത്രമേ ആ കമ്പെന്ന് നമുക്ക് പൂവിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഹാർഡ് പ്രൂണിങ് നമ്മൾ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ പോയിട്ട് മാവുകൾക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷം ആ മാവ് പൂക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വർഷം നമ്മൾ പ്രൂൺ ചെയ്ത് പോകുന്നത് നല്ലതാണ്. കാരണം നമ്മളിത് സീഡ് മുളപ്പിച്ച മാവല്ല, നമ്മൾ ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്.
അപ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിലും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ വർഷം പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആക്കുന്നില്ല. ഇന്ന് ഈ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഇതിൽ ഞാനിപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന രീതികളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്